പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ സൂചനാ പണിമുടക്ക് ഇന്നാണ്. ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നില്ല എന്നാരോപിച്ചാണ് സമരം. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജോലി ചെയ്യുന്നില്ലെങ്കിൽ ശമ്പളമില്ല. അതാണ് ഡയസ്റ്റോൺ പദ്ധതി. മാത്രമല്ല, അതിനിടയിൽ ചില പ്രേക്ഷകർ ഇന്ന് അവധി ഉണ്ടാകുമെന്ന് ചോദിക്കുക. എൻ്റെ അമ്മോ, എന്തെങ്കിലും ഒരാൾ പണിമുടക്കാൻ നിൽക്കുമ്പോൾ കാത്തു നിൽക്കുകയാണ്, അവധി ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരവധിയും ആരും പ്രഖ്യാപിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് മറ്റു വിശദാംശങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു തത്സമയം. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഈ അവധിയുടെ കാര്യം കൂടെ പറഞ്ഞു തുടങ്ങും പ്രതീക്ഷ. വെരി ഗുഡ് മോർണിംഗ്. അവധി ഇല്ല എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ഇന്ന് പണിമുടക്കുന്നത്. പ്രധാനമായും സെക്രട്ടേറിയറ്റിലെയും മറ്റ് ഈ സർക്കാർ സ്ഥാപനങ്ങളിലെയും പ്രതിപക്ഷ സംഘടനകൾ ഈ പണിമുടക്കിൽ അണിചേരും. ഇവർ പ്രധാനമായും ഈ പണിമുടക്കിലേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ക്ഷാമബത്ത അനുവദിക്കുക എന്നതാണ് ഇവരുടെ ആവശ്യങ്ങളിൽ ആദ്യത്തേത്. കാരണം കഴിഞ്ഞ 6 വർഷത്തെ കുടിശ്ശിക, 6 തവണത്തെ കുടിശ്ശിക ബാക്കിയുണ്ട് എന്നതാണ് ഈ പ്രതിപക്ഷ നേതാക്കൾ അടക്കം പറയുന്നത്. മറ്റൊന്ന്, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക എന്നത് ഇവരുടെ ആവശ്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ നേരത്തെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം സർക്കാർ നൽകാമെന്ന് പറഞ്ഞ ഒരു ആനുകൂല്യങ്ങളും ഇതുവരെയും സർക്കാർ ജീവനക്കാർക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ നൽകണം. ഒപ്പം ഈ സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പിൽ അടിമുടി അപാകതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതുൾപ്പെടെ പരിഹരിക്കണമെന്നതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. പലതവണ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും ഒരു അനുകൂല നിലപാടുണ്ടായില്ല. അങ്ങനെയാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ പ്രതിപക്ഷ സർവീസ് സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പണിമുടക്കുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരും. ഒപ്പം ഇന്ന് രാവിലെ 12 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഈ സംഘടനകളുടെ പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് പുറമെ ഈ ജില്ലാ കളക്ടറേറ്റിലേക്കും സർവകലാശാലകളിലേക്കും അടക്കം പ്രതിഷേധ സമരം വ്യാപിപ്പിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. അതേസമയം നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പണിമുടക്കിനെ നേരിടാൻ ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇന്ന് ജോലിയിൽ ഹാജരാകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ അത്തരത്തിലൊരു നടപടിയിലേക്കാണ് സർക്കാർ പോവുക. മാത്രമല്ല, മറ്റ് ഒരു തരത്തിലും ഇന്ന് ഉദ്യോഗസ്ഥർക്ക് അവധി ഉണ്ടാകില്ല. ഏതെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി രേഖാമൂലം ബോധിപ്പിച്ചാൽ മാത്രമേ ഇന്ന് ജീവനക്കാർക്ക് അവധി നൽകൂ. താൽക്കാലിക ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ സമരത്തിൽ പങ്കെടുത്താൽ അവരെ ഈ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുമെന്നതാണ് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം ഇന്ന് നടക്കുമെന്നതാണ് പ്രധാനമായും ഈ സർവീസ് സംഘടനകൾ അറിയിക്കുന്നത്. ഈ ആവശ്യം മുന്നോട്ട് വച്ചില്ലെങ്കിൽ വീണ്ടും തുടർ സമരവുമായി പോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം ഈ NGO സംഘിന്റെ നേതൃത്വത്തിൽ BJP അനുകൂല സംഘടനയായ NGO സംഘിന്റെ നേതൃത്വത്തിൽ ഇന്ന് സൂചനാ പണിമുടക്ക് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഭരണപരമായ കാര്യങ്ങളെ എന്തായാലും ഈ പണിമുടക്ക് ബാധിക്കുമെന്ന ഉറപ്പാണ്. കാരണം സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെയാണ്. വലിയ തിരക്ക് ഉള്ള ദിവസങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സംഘടനകൾ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് ഭരണത്തെ ബാധിക്കും. എന്നാൽ ഈ ജീവനക്കാർ ഇന്ന് നടത്തുന്ന പണിമുടക്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ്. അതുകൊണ്ട് തന്നെ പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് സംഘടനകളും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.